ഹലോ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കുമാരിയമ്മനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളൊന്ന് ചുമ്മാ കറങ്ങാനായിട്ട് ഇറങ്ങി. ഒരുപാട് നാളെ അമ്മയുടെ കൂടെ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട്, അതായത് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫുഡ് കാര്യങ്ങൾ ചിലവ് എല്ലാം എൻ്റെ വകയെന്ന് പറഞ്ഞപ്പോഴേക്കും ചാടി പിടിച്ച് ഓടിപ്പിടിച്ച് വന്നതാണ് ഈ കാണുന്ന ഈ ഒരു മുതൽ. സാധാരണ അമ്മമാർ മക്കളെ മുടിപ്പിക്കില്ല എന്നൊക്കെ പറയില്ലേ, പക്ഷേ എൻ്റെ തല നേരെ ഓപ്പോസിറ്റാണ്. കിട്ടിയ അവസരം തല നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട്. ഞങ്ങൾ നേരെ നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് ഓടി കയറിയത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ദൃശ്യം 3 കാണാം എന്ന രീതിയിലേക്കായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടിക്കറ്റ് കരയിൽ കിട്ടാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ഹിൽ പാലസ് എന്ന് പറഞ്ഞ് കയറിയതാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് വരുന്നത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂറ് ഞങ്ങളത് ഈ ഒരു കൊട്ടാരത്തിലേക്കാണ് കൊണ്ടുവന്നത്. അതിനുശേഷം ചൊരാനിക്കമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു കൊട്ടാരത്തിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം എന്തോ ഈ ഒരു പരിസരത്തേക്ക് ഞാൻ വന്നിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ അന്നത്തേതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇന്ന് ഈ കൊട്ടാരത്തിലുണ്ട്. അതായത് ഓരോരോ സംഭവങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതിലും ഒരുപാട് സംഭവങ്ങളൊക്കെ വീണ്ടും ഇവിടെ പ്ലേസ് ചെയ്ത് അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ ഇവിടുന്ന് മിസ്സായിട്ടുമുണ്ട്. കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കുറേ പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ജ്വല്ലറീസ്, ഓർണമെൻറ്റ്സ്, കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇവിടെ കാണാനായിട്ടില്ല. ഞാൻ കരുതി ഇതെൻ്റെ മാത്രം തോന്നലായിരിക്കുന്നു. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും പറയുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന്. എവിടെ പോയി എങ്ങോട്ട് പോയി അതൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പോയില്ല. ഞങ്ങൾ നേരത്തെ കുളത്തിൻ്റെ സൈഡിലേക്കൊക്കെ അങ്ങ് പോയി. ശരിക്കും പറഞ്ഞ് ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ എത്ര വന്നാലും മടുക്കാത്ത ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അകത്തേക്കാളും കൂടുതൽ ഭംഗി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്. ഈ ഒരു സ്ഥലവും ഇവിടുത്തെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടും ഒരു മടുപ്പ് തോന്നിക്കത്തില്ല. ഞങ്ങളിതേ പുറത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് കറക്റ്റ് ഞങ്ങൾക്ക് ഒരു നല്ലൊരു മഴ കിട്ടിയത്. അപ്പോൾ അമ്മ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മഴയെങ്കിൽ മഴ, ഈ മഴയത്ത് ഇതിക്കണ നടക്കാനായിട്ട് നല്ല രസമല്ലേ എന്നാണ് അമ്മയുടെ ഡയലോഗ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. മഴയത്ത് ഞങ്ങൾ 2 എണ്ണം അതിക്കടെ തേരെ പര നടന്നു. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ് ഈ കാണുന്ന ഈ ഒരു മുതൽ. ഞാൻ ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊരു സംഭവമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവരെല്ലാം അത് ശരിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ തള്ളയാണെങ്കിൽ പിള്ളേരെക്കാളും കഷ്ടമായിട്ടാണ് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ. ഞാൻ പിന്നെ അതൊന്നും മൈൻഡാക്കാതെ ഇവരുടെ അടുത്തേക്ക് ഓടി വന്ന്. ഇവിടെ പണ്ട് മയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മാനും മ്ലാവും മാത്രമേ ഉള്ളൂ. ഇവർക്ക് കുറച്ച് പുല്ലും ഇലയൊക്കെ പറിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ പ്ലാവ് നിറച്ച് ചക്ക കിടക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ചക്കയും മാങ്ങയും സാധനങ്ങളൊക്കെ ഇവിടുത്തെ പണിക്കാരായിരിക്കും കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അത് ആലോചിച്ച് അവിടെ കിടന്ന് ടെൻഷൻ അടിക്കുന്നു. അതുപോലെ തന്നെ അമ്മ കണ്ടത് ഒരു ഹിഡൻ പ്ലേസ് ആണ് ഈ കാണുന്നത്. ഇങ്ങോട്ടേക്ക് അമ്മയ്ക്ക് പോയേ പറ്റത്തുള്ളൂ. പോകരുത് എന്ന് അവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ തലയ്ക്ക് അങ്ങോട്ടേക്ക് കയറണം. ഞാൻ പിന്നെ ചീത്തയും പറഞ്ഞ് അടിയും കൊടുത്ത് അവിടെ ഇരുത്തി. കാർന്നോമാരായ കുറച്ച് അടക്കോ ഒതുക്കൊക്കെ വേണം. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഹിൽ പാലസിനോട് വിട പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു.